തിരുവനന്തപുരം പന്നിക്കുഴിയിൽ വന്യമൃഗശല്യം രൂക്ഷം. ജീവിതം ദുസ്സഹമെന്നും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് സോളാർ ഫെൻസിംഗോ കിടങ്ങുകളോ ഇല്ല. RRT സംഘം ശക്തമല്ലെന്നും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. റിനു ശ്രീധർ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് മോർണിംഗ് റിനു ശ്രീധർ. പന്നിക്കുഴിയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി കുഞ്ഞുങ്ങൾക്കൊന്ന് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവിടെ വൈദ്യുതി വേലിയടക്കം വരാത്തത്? എല്ലാം പ്രഖ്യാപനമായി നിൽക്കുകയാണോ റിനു? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആര്യനാട് മീനാങ്കൽ, തിരുവനന്തപുരം ജില്ലയിലെ മീനാങ്കൽ എന്ന് പറയുന്ന പ്രദേശമാണ്, നാട്ടിൻ പ്രദേശമാണ്. ഇവിടെ പന്നിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നിരവധി നാട്ടുകാർ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ വിശദമാക്കുന്നില്ല ഈ കാര്യങ്ങളൊന്നും, അവർ തന്നെ പറയും അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അമ്മ, ഇന്നലെയും ഇവിടെ 7 ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ്, ഈ ആനപ്പേടിയിൽ കഴിയുകയാണോ ഈ സ്ഥലം? തന്നെ ഞങ്ങൾ കണ്ട ഞാൻ ഇവിടെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അവിടുത്തെ വാഴ അത്രയും തിന്ന് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ കാണുള്ളൂ. പിന്നെ ഈ സഹോദരനാണ് ഓട്ടിക്കുന്നത് വന്ന് രാത്രിയൊക്കെ. ഞങ്ങൾ ഉറക്കമില്ല, രാത്രിയും പകലുമായിരുന്നു. പകലായിരുന്നാലും ഇങ്ങോട്ട് കയറാക്കില്ല. സുജയ, സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കാൻ കഴിയില്ല. അഥവാ നട്ടുപിടിപ്പിച്ച അത് ഏതെങ്കിലും തരത്തിൽ മുളവെച്ച് വന്നാൽ നാട്ടുകാർ തന്നെ സ്വയമേ നശിപ്പിച്ച് കളയും. കാരണം കാട്ടുപോത്തും പന്നിയും ആനയും ഇത് ഭക്ഷിക്കാനായി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. അവരോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കൃഷി, നമ്മൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല ആണ്. അപ്പം കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പം ഒരു കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും കൃഷി നശിപ്പിച്ച് സ്വന്തമായിട്ട് തന്നെ മുറിച്ചൊക്കെ കളയാണ്. കാരണം ആനശല്യം അത്രയ്ക്ക് രൂക്ഷമാണ്. 2 ഏക്കർ വാഴ കൃഷി ഉണ്ടായിരുന്നത് എല്ലാം ചവിട്ടി മെതിച്ചു. അതുപോലെ തന്നെ മിക്ക കർഷകരുടെയും കൃഷി മുഴുവനും നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ആരും ചക്ക തന്നെ ചെറിയ ആയിട്ട് വരുമ്പോൾ തന്നെ ചക്കയെല്ലാം മുറിച്ച് കളയുന്നു. വാഴ അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ വിളയിലുണ്ടായിരുന്ന വാഴ മുഴുവനും നശിപ്പിച്ചു. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന കർഷകനും വാഴ എല്ലാം മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ തന്നെ ആന വീണ്ടും വളരെയധികം ശല്യമായിട്ടാണ് വരുന്നത്. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെയാണ്. സുജയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഒരു സോളാർ ഫെൻസിങ്, അതായത് ഇത് പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി ഗ്രാമം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആനകൾ ഇവിടേക്ക് ഇറങ്ങുന്നതിന് തടയുന്നതിന് വേണ്ടി കിടങ്ങോ സോളാർ ഫെൻസിങ്ങോ ഒന്നും തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം RRT സംഘങ്ങളൊന്നും തന്നെ ഇവിടേക്ക് ഒരു ശക്തമല്ല, ഇടപെടുന്നില്ല. ഫോറസ്റ്റ് ഓഫീസർമാരോട് ഏതെങ്കിലും തരത്തിൽ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്. റബ്ബർ പ്രദേശമാണ്, റബ്ബർ കൃഷിയുള്ള സ്ഥലങ്ങളാണ്. രാവിലെ ടാപ്പിങ്ങിനായി എത്തുന്നവരുണ്ട്. പക്ഷേ റബ്ബർ പോലും ടാപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് സ്കൂളിൽ പോകാനൊന്നിനും പറ്റില്ല. ഫോറസ്റ്റുകാരോടൊക്കെ പറഞ്ഞു? നിങ്ങൾ പറയാ അവർ വന്നിട്ട് സന്ധ്യാപരിമാർ കളഞ്ഞിട്ട് പോകും. ഞങ്ങളവിടുന്ന് പാടുപെടുന്ന കിടന്ന് ഈ ആനയെ ഓട്ടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ എന്തായാലും ഞങ്ങൾ തീയാക്കിയ വടക്കത്ത് കയറി വല്ലതും ചെയ്യും. ഞങ്ങൾ വിളിക്കാനോ ഓട്ടിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മളെ വീട്ടിലേക്ക് ഈ ഗതികേടിലും ദുരിതത്തിലും ഒക്കെ ആണോ? ഇവിടെ ടാപ്പിംഗ് ചെയ്യുന്നത്, ഈ തോട്ടം ടാപ്പിംഗ് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ഇവിടെ ഡെയിലി വരാൻ പോത്ത് തന്നെ 10-30 പോത്തും ആനയും. ആന ഇന്നലെ തന്നെ 7 ഉണ്ടായിരുന്നു. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകട മേഖലയാണ് ടാപ്പിംഗ്. ഈ സർക്കാരിനായാലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. വനവകുപ്പ് പരുത്തിപ്പള്ളി റേഞ്ചിൽപ്പെട്ട വനമേഖലയാണിത്. പരുത്തിപ്പള്ളി റേഞ്ചിൽപ്പെട്ട അവരടുത്ത് തന്നെ അവർ പറയുമ്പോൾ അവരെന്തോ ഒരു പ്രത്യേക ഇവർ ചെയ്യും പോലെ പോകുന്നു. ഇന്നലെയും അവർ വന്നിട്ട് ഇന്നലെ 7 ആന ഉണ്ടായിരുന്നു. പക്ഷേ അവർ ആനയെ കണ്ടില്ല എന്ന് പറഞ്ഞ് അവർ കുറച്ച് സമയം നിന്ന് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതാണ് സുജയ ഈ നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. രാത്രി കിടന്നുറങ്ങിയാൽ പുലരുമോ എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ പുലർച്ചെ ഇവരുണ്ടാകുമോ എന്നുള്ളൊരു സംശയത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത്. അത്രയും പന്നിക്കുഴി മേഖലയിൽ നിന്നുള്ള വിവരങ്ങളാണ് റിനു ശ്രീധർ പങ്കുവച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വന്യമൃഗ ശല്യത്തിന്റെ, അതിൽ ജീവിതം വലയുന്ന മനുഷ്യരുടെ നേർക്കാഴ്ചയാണ് ഈ ഞായറാഴ്ച ഞങ്ങൾ അധികൃതരുടെ മുന്നിലേക്ക് വച്ചുകൊണ്ടിരിക്കുന്നത്.